ഹലോ, വെൽക്കം ടു MJC സ്കൂൾ. ഇന്ന് നമ്മൾ പറയാൻ പോണത് പ്ലസ് ടുവിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ എക്സസൈസ് നമ്പർ 5.8 ആണ്. അത് റോൾസ് തിയറം അതേപോലെ തന്നെ മീൻ വാല്യൂ തിയറം, ഈ രണ്ട് ടോപ്പിക്കാണ് അതിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആകെ 6 ചോദ്യമുള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഈ പാഠത്തിൽ നിന്ന് വന്ന മുൻകാല ചോദ്യങ്ങൾ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 95% ചോദ്യങ്ങളും ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആ 90% വീണ്ടും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രമാണ്, എക്സസൈസ് ചോദ്യങ്ങൾ മാത്രം. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ 2-3 മാർക്ക് ഷുവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റോൾസ് തിയറം എന്താണെന്നും അതുപോലെ തന്നെ മീൻ വാല്യൂ തിയറം എന്താണെന്നും അറിയണം. റോൾസ് തിയറം ആണെങ്കിലും മീൻ വാല്യൂ തിയറം ആണെങ്കിലും രണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ആ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം. ഓക്കെ, കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് റോൾസ് തിയർ ആണെങ്കിലും മീൻ വാല്യൂ തിയർ ആണെങ്കിലും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് കണ്ടിന്യൂസ്, എന്താണ് ഡിഫറൻഷ്യബിൾ നമുക്കറിയാം. നമ്മൾ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. ഇനി സിമ്പിളായിട്ട് ഞാൻ പറയാണ്, അതിന്ന് ഒഴിവാക്കേണ്ട 2-3 ഫംഗ്ഷൻ മാത്രമാണ്. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, സോ ഇറ്റ് കാനോട്ട് ബി അപ്ലൈ ഇൻ ദിസ് തിയറം എന്ന് എഴുതാം. ഓക്കെ, ഏതൊക്കെയാണ് ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതൊക്കെയാ? ഒന്ന്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ f(x) = box x. ഇതെന്താണ്? ഇതൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എല്ലാ ഇന്റീജർ വാല്യൂലും ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ ഇതൊന്നും, ഈ ഫംഗ്ഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റോൾസ് തിയറത്തിലോ മീൻ വാല്യൂ തിയറത്തിലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാണെങ്കിലോ f(x) = mod x, ഇത് കണ്ടിന്യൂസ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിലും ഇത് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഇത് ഡിഫറൻഷ്യബിൾ അല്ല. റോൾസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾ എങ്ങാനും ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5.6 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ശരിക്കും ഈ തിയറം എന്ന് പറഞ്ഞാല്? അത് ഒരു f(x) ഒരു ഫംഗ്ഷൻ ഉണ്ട്, f(x) ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഡൊമൈന് a to b ആണ്. അങ്ങനെയാണെങ്കിൽ f(a)യും f(b)യും ഈക്വൽ ആണെങ്കിൽ, f(a)യും f(b)യും ഈക്വൽ ആണെങ്കിൽ അതിന്റെ അടിയിൽ ഈ എക്കും ബിക്കും അടിയിൽ ഒരു നമ്പർ ഉണ്ടാവും. എങ്ങനെ? f'(c) = 0 ആകുന്ന ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, ഇത് ഗ്രാഫിക്കലി ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ ക്ലാസിന്റെ ലെങ്ത് കൂട്ടണ്ട. ഓക്കെ, നമ്മൾ ഈ ചോദ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. f(x) = verify Rolle's theorem for the function f(x) = x² plus 2x minus 8. അപ്പോൾ പിന്നെ ഒരു ഇന്റർവെലും തരും for x belongs to -4 to 2. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ, പിന്നെ വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ എന്തായിരിക്കണം? വെരിഫൈഡ് ആയിരിക്കണം. വെരിഫൈ എന്ന് പറഞ്ഞാൽ ചെക്ക്, എന്താണ്, ഉറപ്പിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ആൻസർ അതിനെ ആയിരിക്കും. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് വെരിഫൈഡ് എന്ന് എഴുതാൻ പറ്റില്ല, വെരിഫൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെയും ഫംഗ്ഷന്റെ വാല്യൂ കാണാം. നമുക്ക് ആദ്യം ഈ -4ന്റെ വാല്യൂ കാണാം, f(-4) കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് f(-4) -4² plus 2 × -4 minus 8 that's equal to -4 square 16 plus 2 × -4 -8. അപ്പോൾ പ്ലസ് മൈനസ് വെച്ചാൽ -8, പിന്നെ ഈ -8 that is 16 - 8 - 8 -16. അപ്പോൾ 16 - 16 16 - 16 is equal to 0. അപ്പോൾ ഇനി അടുത്ത നമുക്ക് f(2) കാണാം. 2 ഒന്നാണ് കേട്ടോ. 2 ഒന്നാണെങ്കിൽ റോൾസ് തിയറം ചെയ്യാൻ പറ്റുള്ളൂ. f(2) കാണാം. പറഞ്ഞു നോക്കൂ. 2² plus 2 × 2 minus 8 that is 2² is 4 plus 4 minus 8. 4 plus 4 8. 8 minus 8 is equal to 0. So f(-4) and f(2) are coincide.
ആർ കോയിൻസൈഡ്. നമ്മളെ മൊബൈൽ ചാർജ് കഴിഞ്ഞു പോയി. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കംപ്ലീറ്റ്. ഇതെന്താ, ഈ രണ്ടും കോയിൻസൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് വാല്യൂലും വാല്യൂലും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ പിന്നെ അടുത്തതാണ് റോൾസ് തിയറം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു സി എന്നുള്ള നമ്പർ ഉണ്ടാവും. എങ്ങനെയായിരിക്കും ആ സി? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ സിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അങ്ങനത്തെ ഒരു സി ഇതിന്റെ അടിയിൽ എന്തായാലും ഉണ്ടാവും എന്നാണ് മഹാനായ റോൾസ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഡെറിവേറ്റീവ് കാണാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്ക് നേരിട്ട് ഡെറിവേറ്റീവ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇതാണ് ഫംഗ്ഷൻ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2x ഡെറിവേറ്റീവ് 2 into 1 that is 2. ഓക്കെ, പിന്നെ 8ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്താണ്, 0 ആണ്. ഇനി അപ്പോൾ എഫ് ഡാഷ് ഓഫ് സിയോ, ഈ എക്സിന്റെ പകരം സി കൊടുത്താൽ മതി, 2c പ്ലസ് 2. പിന്നെ ഇത് 0 എന്ന് പറയുന്നുണ്ട്, ഇത് 0 ആയിരിക്കും. റോൾസ് തിയറം പറയുകയാണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ 2c പ്ലസ് 2 is equal to 0. that is 2c is equal to -2. that is c is equal to ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ -2/2 that is equal to -1. ഓക്കെ, c is equal to -1. ഓക്കെ, അപ്പോൾ c is equal to -1. ഈ -1 എന്നുള്ള വാല്യൂ ഇതിൽ ഇൻക്ലൂഡ് ആണോ? -4 to 2 എന്നുള്ള -4 മുതൽ 2 വരെയുള്ള വാല്യൂവിന്റെ ഉള്ളിലാണോ ഈ -1 ഉള്ളത്? ആണോ? -4, -3, -2, -1, 0, 1, 2. ഇപ്പോൾ ഇവിടെ -1 വന്നു. അപ്പോൾ -4ന്റെയും 2ന്റെയും ഇടയിലാണ് ഉള്ളത് -1 ഉള്ളത്. അപ്പോൾ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ബിലോങ്സ് ടു -4 to 2. സോ റോൾസ് തിയറം and f dash of c is equal to 0. so Rolle's theorem is verified. Rolle's theorem is verified. We are going to second question. Second question എന്താണ്? Second question എന്ന് പറഞ്ഞാൽ examine if Rolle's theorem is applicable to any of the following functions. Can you say something about the converse of Rolle's theorem from these examples? Okay, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. f of x is equal to box x for x belongs to 5 to 9. ഈ ഒരു ഫംഗ്ഷനിൽ നമ്മുടെ റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എക്സാമിൻ ഈ റോൾസ് തിയറം ഈസ് അപ്ലിക്കബിൾ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? തീർച്ചയായിട്ടും പറ്റില്ല. കാരണം എന്താ, അവിടെ ബോക്സ് എക്സ് ആണ്, ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്, അതെന്തായാലും ഡിസ്കണ്ടിന്യൂസ് ആണ്. റോൾസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആവണം, ഡിഫറൻഷ്യബിൾ ആവണം. ഇവിടെ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലെങ്കിൽ എന്തായാലും ഡിഫറൻഷ്യബിൾ അല്ല, അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ കണ്ടിന്യൂസ് അല്ല. ഓരോ ഇൻഡിവിജ്വൽ വാല്യൂം അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. സോ the Rolle's theorem cannot be applied for this function. Second question, same thing. അതൊക്കെ വേർഡ്സിൽ നമ്മൾ എഴുതട്ടോ. അതൊക്കെ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്യാം. അതായത് ഇതിന്റെ വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ എന്നൊക്കെ, അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബോക്സസ് വരികയാണെങ്കിൽ പിന്നെ റോൾസ് തിയറം നോക്കേണ്ട ആവശ്യമില്ല. ബോക്സസ് ഫോർ എക്സ് ബിലോങ്സ് ടു -2 to 2. അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ. കാരണം എന്താ, ഇത് ബോക്സ് എക്സ് ആണ്, എല്ലാ ഇൻറ്റീജർ വാല്യൂലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. സോ ഇറ്റ് കനോട്ട് ബി അപ്ലൈ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -1 ഫോർ എക്സ് ബിലോങ്സ് ടു 1 to 2. This function is continuous because the function is a polynomial function and so it is also a differentiable function. Polynomial function എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും.
സോ റൈറ്റ് ഇറ്റ് ഡൗൺ. അത് എഴുതണേ. എന്താ? ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം, എന്നിട്ട് സി വാല്യൂ കണ്ടുപിടിക്കണം. ആ ഡെറിവേറ്റീവിന്റെ ഫംഗ്ഷന്റെ സി നോക്കി കഴിഞ്ഞാൽ 0 കൊടുക്കണം. അങ്ങനത്തെ സി കണ്ടുപിടിക്കണം. ആ സി ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിലാവും വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കോയിൻസൈഡ് ചെയ്യേണ്ടത് നോക്കണം. സോറി, ഞാനത് പറയാൻ മറന്നുപോയി. ആദ്യം ഇതിലും ഈ ഫംഗ്ഷൻ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടിലും ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ f(1) നോക്കാം. f(1) is equal to എന്താ വരാം? 1 square minus 1 that's equal to 0. f(2) എന്താ വരാം? 2 square minus 1 that is 2 square is 4 minus 1 that's equal to 3. 0യും 3യും ഒന്നാണോ? അല്ലല്ലോ. സോ f(1) and f(2) are not coincide. So Rolle's theorem cannot apply. Rolle's theorem cannot apply. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അപ്ലൈ ചെയ്തിരിക്കാൻ കാരണം അത് ബോക്സ് എക്സ് ആണ്, ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തും സെയിം റീസൺ ആണ്. മൂന്നാമത്തിന്റെ കാരണം അതിന്റെ രണ്ട് അറ്റത്തെയും വാല്യൂ f(വാല്യൂ) സെയിം ആവുന്നില്ല, കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കാര്യം. f(1) and f(2) are not coincide, so the Rolle's theorem cannot be applied. Okay, so we are going to third question. If such that, ഞാൻ ബോർഡ് ഫുൾ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. If such that -5 to 5 two real numbers is a differentiable function, and if f dash of x does not vanish anywhere, then prove that f of -5 is not equal to f of 5. ഇപ്പോൾ എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ എക്സ് എന്ന് വൈ കുറച്ച് എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? 4ഉം 4ഉം ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ 4ഉം 4 കുറച്ച് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ എക്സും വൈ ഈക്വൽ ആണെങ്കിൽ എക്സ് എന്ന് വൈ കുറച്ച് 0 കിട്ടണം. ഓക്കെ, ഇത് ഇതിൻ്റെ സൈഡായിട്ട് വരുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. -5 to 5 ആണ്. -5 to 5 ആണ്. -5 to 5 ആണ്. പിന്നെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് f dash of എന്താ മീൻ വാല്യൂ തരുന്ന പറയുന്നത്? f dash of x is equal to f of 5 മൈനസ് ഞാനിന്ന് ഇവിടെ എഴുതി തരാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് a to b എന്താണ്? കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അവിടെ f dash of x എന്നുള്ള ഒരു വാല്യൂവും അതേപോലെ തന്നെ f dash of x എന്നുള്ള വാല്യൂ f of b മൈനസ് f of a ബൈ b മൈനസ് a എന്നുള്ള വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു c ഇവിടെ ഉണ്ടാവും. ഓക്കെ, f of x പകരം f of c എന്ന് എഴുതാം. അങ്ങനത്തെ ഒരു c ഇവിടെ ഉണ്ടാവും. ഓക്കെ, f dash of c, അതാണ് തിയറം. ഇവിടെ അതേപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ ഓൾറെഡി വിച്ച് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ എഴുതണം f dash of x equal to f of, അത് നമുക്ക് ഇത് കാണാം. ഇത് a ആണ്, ഇത് b ആണ്. അപ്പോൾ f of b മൈനസ് f of a ബൈ b മൈനസ് a that is equal to, what is f of b? f of 5 minus what is f of a? f of minus 5 by b minus a. What is b? 5 minus what is a? Minus 5. That is f of 5 minus f of minus 5 by 5 minus 5, that is 5 plus 5, that is 10. Okay, which is equal to f dash of c. ഇതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം, f dash of c. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഇത് എവിടെയും 0 ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇത് മാറ്റിതാം. ഈ 10 അങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ എന്താ വരാം? f of 5 minus f of minus 5 is equal to 10 into f dash of c. പിന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഇതിനിടയിൽ എവിടെയും ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്
വാനിഷ് ആവുന്നില്ല, അതായത് 0 ആവുന്നില്ല. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ്, എക്സ് എന്നാൽ ഇതിന്റെ പിന്നെ വേരിയബിൾ ആണ്. പക്ഷെ എഫ് ഡാഷ് ഓഫ് സി ഏത് പോയിന്റിലും എന്ത് ചെയ്യുന്നില്ല, വാനിഷ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്താ, എഫ് ഡാഷ് ഓഫ് സി ഈസ് നോട്ട് ഈക്വൽ ടു 0. ചോദ്യത്തിൽ പറയുന്നുണ്ട്, എവിടെയും വാനിഷ് ആവുന്നില്ല പറയുന്നുണ്ട്. സോ എഫ് ഡാഷ് ഓഫ് സി ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇനി 10 എഫ് ഡാഷ് ഓഫ് സിയോ, അത് 0 ആവോ? ഒരിക്കലും ആവില്ല. എഫ് ഡാഷ് ഓഫ് സി 0 അല്ലെങ്കിൽ അതിന് 10 ഗുണിച്ചാൽ അതും 0 ആവില്ല, അതും 0 ആവില്ല. 10 into എഫ് ഡാഷ് ഓഫ് സി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് 0 ആവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതും ഇതും ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഇയാള് 0 ആണ്. ഇയാള് 0 ആവില്ല, നമ്മളിവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ ഇതും ഇതും ഈക്വൽ ആവില്ല. എഫ് ഓഫ് 5 ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് -5. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വി ആർ ഗോയിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. വെരിഫൈ മീൻ വാല്യൂ തിയറം ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് is equal to x square minus 4x minus 3 in the interval a comma b where a is equal to 1 and b is equal to 4. Okay, ഇവിടെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണണോ? ഇവിടെയും എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണണം. റോൾസ് തിയറം ചോദിക്കുകയാണെങ്കിലും മീൻ വാല്യൂ തിയറം ചോദിക്കുകയാണെങ്കിലും എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണണം. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ എഫ് ഓഫ് എ എന്താ, എഫ് ഓഫ് 1. എഫ് ഓഫ് 1 is equal to, എഫ് ഓഫ് എ ആണ്, എഫ് 1 is equal to 1 square minus 4 into 1 minus 3. That is 1 minus 4 minus 3. That's equal to 1 minus 7. That's equal to minus 6. Are you okay? Thank you. ഇനി നമുക്ക് എഫ് ഓഫ് 4 കാണാം. എഫ് ഓഫ് 4 തന്നെയല്ലേ ക്വസ്റ്റിന് അവസാനം ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കാണുക, അത് 4 അല്ല എന്നുള്ള വാല്യൂ. അപ്പൊ നമുക്ക് നമ്മൾ ചമ്മി പോകും. അല്ല, 4 തന്നെയാണ്, കുഴപ്പമില്ല. എഫ് ഓഫ് 4 is equal to 4 square minus 4 into 4 minus 3. That's equal to 16 minus 16 minus 3. That is 16 minus 16 cancel ചെയ്തു, ബാക്കി -3. എഫ് ഓഫ് 4 is equal to -3. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ചെയ്യാൻ പോണത് ഇതാണ്, ഞാൻ എഴുതാൻ പോകുന്നതാണ് മീൻ വാല്യൂ തിയറം. എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇങ്ങനെ ആവുന്ന ഒരു സി അവിടെ ഉണ്ടാവുന്ന പറയണത്. നമുക്ക് ഇത് കണ്ടുപിടിക്കാം. സീക്വൽ ടു വാട്ട് ഈസ് എഫ് ഓഫ് ബി? ഇതാണ് എഫ് ഓഫ് ബി, എന്താ, -3 മൈനസ് വാട്ട് ഈസ് എഫ് ഓഫ് എ, -6 ആണ്, -6 ബൈ ബി മൈനസ് എ. ദാറ്റ് ഈസ് ബി എത്രയാ, 4, എയോ 1. ഇപ്പോൾ 4 minus 1, ദാറ്റ് ഈസ് ഈക്വൽ ടു -3 plus 6 by 3. ദാറ്റ് ഈസ് 3/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ എഫ് ഡാഷ് ഓഫ് സി 1 ആകുന്ന ഒരു പിന്നെ സി അവിടെ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ് mean value theorem states that there is a point in the interval, and that's the point C in the interval എവിടെ 1 to 4 such that mean value theorem states that there is a point C belongs to 1,4 so that f dash of C is equal to 0. ഉണ്ട് നോക്കാം. അത് നമുക്ക് എഫ് ഡാഷ് ഓഫ് സി കാണാം, അത് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് is equal to എക്സ് സ്ക്വയർ 2x minus 4 അല്ലെ, 2x minus 4. ഇനി എഫ് ഡാഷ് ഓഫ് സിയോ, എഫ് ഡാഷ് ഓഫ് സി ആണെങ്കിൽ 2c minus 4. ഓക്കെ, അവർ പറയുന്നത് ഇതും അതും ഈക്വൽ ആണെന്നാണ്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സി is equal to എഫ് ഡാഷ് ഓഫ് സി is equal to 0 അല്ല, എഫ് ഡാഷ് ഓഫ് സി is equal to this one, ഏത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഓക്കെ,
അതായത് ഈ വാല്യൂ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എത്ര 1 ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും 1 ആയിരിക്കും. 2c - 4 = 1. ഓക്കെ, അപ്പോൾ 2c = 1 + 4 = 5. 2c = 5, c = 5/2. 5/2ന്റെ വാല്യൂ എത്രയാ? 2.5. 2.5 എന്നുള്ളത് ഇവിടെ വരുമോ? ഈ ഇന്റർവെല്ലിൽ വരുമോ? 1 മുതൽ 4 വരെ. അതിൻ്റെ അടിയിൽ വരുമോ 2.5? വരില്ലേ? 1, 2, അടുത്തേതാ 3, 3നും 2ന്റെ അടിയിൽ ഏതാ? 3ന്റെയും 3ന്റെയും 2ന്റെ അടിയിൽ ഏതാ? 2.5. അപ്പോൾ വരുന്നുണ്ട്. സോ c belongs to 1 to 4. C belongs to 1 to 4 and f dash of c is equal to f of b minus f of a by b minus a. So the mean value, the final mean value theorem is verified for the given function, is verified for the ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? നമ്മളത് റോൾസ് തിയറം ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണാം. ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്നുള്ളത് കാണാം. പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. എന്നിട്ട് എഫ് ഡാഷ് ഓഫ് സി കാണാം. ഈ എഫ് ഡാഷ് ഓഫ് സിയും നേരത്തെ കണ്ടുപിടിച്ച ആ സാധനം, ആ എഫ് ഡാഷ് ഓഫ് സിയും നേരത്തെ കണ്ടുപിടിച്ച ഈ സാധനം തമ്മിൽ ഈക്വേറ്റ് ചെയ്യാം. 2 ഈക്വേറ്റ് ചെയ്തു. സിന്റെ വാല്യൂ കണ്ടു. ആ സിന്റെ വാല്യൂ ഇതിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ വെരിഫൈഡ് ആയി. ഓക്കെ, we are going to 5th question. Verify mean value theorem if f of x equal to x square minus 5x square, x cube minus 5x square minus 3x in the interval closed interval a to b where a is equal to 1 and b is equal to 3. Find all c where f dash of c is equal to 0. Okay, f of x equal to x cube minus 5x square minus 3x in the interval a to b. ഞാൻ a b നേരിട്ട് ചെയ്താണ് 1 to 3. ഓക്കെ, ഇതിന്റെ മീൻ വാല്യൂ തിയറം ചെക്ക് ചെയ്യാനാണ്. പിന്നെ അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് സി 0 ആകുന്ന ഒരു പോയിന്റ് സിയുടെ വാല്യൂ കണ്ടെത്താനാണ്. എഫ് ഡാഷ് ഓഫ് സി 0 ആവുന്ന എല്ലാ സികളും കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് കാണണം? എഫ് ഓഫ് എയും കാണണം, എഫ് ഓഫ് ബിയും കാണണം. അപ്പോൾ എഫ് ഓഫ് എ ദാറ്റ് ഈസ് എഫ് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് മൈനസ് 5 into 1 square minus 3 into 1 that is 1 minus 5 minus 3 that's equal to 1 minus 8 is equal to minus 7. And f of 3 cube minus 5 into 3 square minus 3 into 3 that's equal to 3 cube 27 minus 5 into 3 square 9 minus 3 into 3 9 that's equal to 27 minus 5 into 9 45 minus 9 45 കൂട്ടി എത്ര 54 27 minus 54 that is equal to minus 27. ഓക്കെ, ഇനി മൈനസ് 27 കിട്ടി. ഇനി നമുക്ക് മറ്റേ സംഭവം കാണാം. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ കാണാം. വാട്ട് ഈസ് എഫ് ഓഫ് ബി? എഫ് ഓഫ് ബി എന്താ? ഇതാണ് എഫ് ഓഫ് ബി. എന്താ എത്രയാ? മൈനസ് 27 മൈനസ് വാട്ട് ഈസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ ഈസ് മൈനസ് 7 minus 7 by b minus a. What is b? 3. What is a? 1. Okay, that's equal to minus 27 plus 7 by 2. That's equal to 27 7 കുറച്ച് എത്രയാ? 20 minus 20 by 2 that's equal to minus 10. ഇനി ആ വാല്യൂ ഇതിന്റെ ഡെറിവേറ്റീവ് കൊടുക്കാം. നമുക്ക് കൊടുത്തു നോക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് ആദ്യം കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഇസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 10x മൈനസ് 3. ഓക്കെ, ഇതെന്താണെന്ന് ഒരു പറഞ്ഞത്? ഇതെന്തായാലും മീൻ വാല്യൂ തിയറം ആണെങ്കിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ
ഡെറിവേറ്റീവും ഇയാളും ഈക്വൽ ആയിരിക്കും. ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. നമുക്ക് എഫ് ഡാഷ് ഓഫ് സി കാണാം. എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 3c² മൈനസ് 10c മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു -10. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3c² മൈനസ് 10c മൈനസ് 3 ഇയാൾ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്താ പ്ലസ് 10 ഈക്വൽ ടു 0. ഇനി 3c² മൈനസ് 10c നമുക്ക് 3c മൈനസ് 7c എഴുതാം. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി -3 പ്ലസ് 10 എന്താ വരാ? പ്ലസ് 7 വരാം. ഉറപ്പല്ലേ? 7c പ്ലസ് 7. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒരു 3 നോട്ട്സ് എടുക്കാം. 3c നോട്ട്സ് എടുക്കാം. 3c ഇൻറ്റു പിന്നോട് ആക്കുന്നുണ്ടാവുക c മൈനസ് ഇവിടെ 1 ഉണ്ടാവുക. 3 മൈനസ് 1. ഓക്കെ, ഈ 3c²നെ 3 ഇൻറ്റു സിനെ ഔട്ട് സൈഡ് 3 ഇൻറ്റു സി ഔട്ട് സൈഡ് എടുത്ത് ബാക്കി ഇവിടെ ഒരു സി ബാക്കി ഉണ്ടാവും. സി മൈനസ് ഇവിടുന്ന് 3cനെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടാവും. ഓക്കെ, 3c ഇൻറ്റു സി മൈനസ് 1 മൈനസ് ഇവിടെ ഒരു 7നെ പുറത്തെടുക്കാം. -7നെ പുറത്തെടുക്കാം. അപ്പോൾ എന്താ ഇവിടെ 1 ഉണ്ടാവും. അല്ല സോറി, ഇവിടെ സി ഉണ്ടാവും. പിന്നെ ഇത് പ്ലസ് അല്ല, അത് മൈനസ് ആണ്. കാരണം പുറത്തുള്ളത് മൈനസ് ആണ്. അപ്പോൾ മൈനസ് വരും. -7 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 വരും. c മൈനസ് 1. ഇവിടെയും c മൈനസ് 1 ഉണ്ട്, ഇവിടെയും c മൈനസ് ഉണ്ട്. അപ്പോൾ c മൈനസ് 1നെ കോമൺ ആയിട്ട് ഔട്ട്സ് എടുക്കാം. ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക? 3c മൈനസ് ഇവിടെ c മൈനസ് 1 ഔട്ട്സ് എടുത്ത് ബാക്കി എന്താ ഉണ്ടാവുക? 7. ദാറ്റ്സ് ഈക്വൽ ടു c മൈനസ് 1 ഇൻറ്റു 3c മൈനസ് 7 ഈസ് ഈക്വൽ ടു 0. നമുക്ക് നോക്കാം. c മൈനസ് 1 ഈസ് ഈക്വൽ ടു 0, c ഈസ് ഈക്വൽ ടു 1. ഓക്കെ, c ഈസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ നോക്കണം. c ഈക്വൽ ടു 1 ഇത് പിന്നെ ഓപ്പൺ ഇന്റർവെല്ലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, മീൻ വാല്യൂ തിയറം. അപ്പോൾ 1 എന്നുള്ള വാല്യൂ, c എന്നുള്ള വാല്യൂ 1 ആണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. കണ്ടീഷനൊക്കെ ഓക്കെ. പക്ഷെ ഈ 1 എവിടെ വരുന്നില്ല? നമ്മുടെ ഈ ഒരു ഡൊമൈനിൽ വരുന്നില്ല. കാരണം ഡൊമൈൻ എന്താണ്? ഓപ്പൺ ഇന്റർവെൽ 1 to 3 ആണ്. അപ്പോൾ 1 ഇൻക്ലൂഡ് അല്ല. അപ്പോൾ 1നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് നമുക്ക് നോക്കാം. c3c മൈനസ് 7 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇതാണ് ഈ പ്രൊഡക്റ്റ്. ഇത് 0 ആണെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇത് 0 ആവാം, അല്ലെങ്കിൽ ഇത് 0 ആവാം. ഓക്കെ, 3c മൈനസ് 7 ഈസ് ഈക്വൽ ടു 0. 7 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം എന്താ വരാം? 3c ഈസ് ഈക്വൽ ടു 7. പിന്നെ ഈ c ഈസ് ഈക്വൽ ടു 7/3. ഓക്കെ, 7/3 ആണ് എത്ര? 6/3 ആണ് എത്ര? 2. 9/3 ആണല്ലോ 3. അപ്പോൾ 2ക്കും 3ക്കും ഇടയിൽ അവിടെ വരില്ല. എന്തായാലും 1 മുതൽ 3 വരെ ഉണ്ട്. അപ്പം 2 മുതൽ 3 വരെയുള്ള എല്ലാ സംഖ്യകളും അവിടെ പെടുന്നുണ്ട്. 3 പെടില്ല കേട്ടോ, 3 പെടില്ല, കാരണം ഓപ്പൺ ഇന്റർവെലാണ്. പക്ഷെ 3 താഴെയാണ് ആരുള്ളത്? 7/3 ഉള്ളത്. 7/3 ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. 2 പോയിന്റ് കിട്ടാം. അപ്പോൾ എന്തായാലും ഇവിടെ പെടുന്നുണ്ട്. സോ which belongs to which interval? 1 to 3. 1 to 3. So the mean value theorem is verified. We are going to 6th question. ഈ മീൻ വാല്യൂ തിയറം എല്ലാം മുകളിൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അതിൽ ചോദിച്ച ചോദ്യത്തിലൊക്കെ ഈ മീൻ വാല്യൂ തിയറം അപ്ലിക്കബിൾ ആണോ നോക്കാനാണ്. രണ്ടാമത്തെ ചോദ്യത്തിലുള്ള ഒന്നാമത്തെ ചോദ്യം എന്തായാലും അപ്ലിക്കബിൾ അല്ല. കാരണം അത് ബോക്സ് എക്സ് ആണ്, അത് കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തതിലൊന്നും റോൾസ് തിയറം അപ്ലൈ ചെയ്യൂല, അതേപോലെ തന്നെ മീൻ വാല്യൂ അപ്ലൈ ചെയ്യില്ല. പിന്നെ എന്തിനാടാ പറ്റൂല. ഏതാ ഈ മീൻ വാല്യൂ തിയറം? രണ്ടാമത്തെ ചോദ്യത്തില് ഒന്നാമത്തെ ചോദ്യം f(x) ബോക്സ് എക്സ് ഇല്ലേ, അത് പറ്റില്ല. രണ്ടാമത്തേലും പറ്റില്ല. എന്തായാലും പറഞ്ഞതല്ലേ. മൂന്നാമത്തെ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ഏതാ? മൂന്നാമത്തെ f(x), അതായത് എക്സസൈസ് നമ്പർ 5.8 രണ്ടാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ ചോദ്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആറാമത്തെ ചോദ്യമാണ്. നമ്മൾ പിന്നെ ഈ മീൻ വാല്യൂ തിയറം ഈ രണ്ടാമത്തെ ചോദ്യത്തെ എല്ലാ ചോദ്യത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ f(x) എന്തായിരുന്നു മൂന്നാമത്തെ ചോദ്യം? x² - 1 and interval of x belongs to where? X belongs to 1 to 2. 1 to 2. ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ ആദ്യം f(1) കാണണം. f(1) is equal to 1² - 1 which is equal to 0 and f(2) is equal to, that is 2² - 1 that is equal to 4 - 1 that is equal to 3 and മറ്റു സംഭവം കാണണം. f(b) - f(a)/a - b കാണണം. സോറി, a - b അല്ല, b - a കാണണം. അപ്പൊ f(b) എത്രയാ? 3 - f(a) 0 by ഈ b - what is b - a?
b minus a 2 minus 1 that is equal to 3 minus 0 3 3 by 1 that is equal to 3 that is equal to 3. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. f of x equal to x square minus 1 f dash of x is equal to 2x ആണ്, മാത്രമേ 2x മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ f dash of c യോ f dash of c is equal to 2c. ഇനി ഈ 2c യും f dash of c യും f of b minus f of a by b minus c അതും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ആ ഒരു വലിയ കുന്തരണം f of b minus f of a by b minus c ആ സംഭവം ഈക്വൽ ആണ്. അത് ഇത്ര 3 ആണ്. ഇതോ 2c is equal to 3, c is equal to 3 by 2 which is equal to 1.5. 1.5 എന്നുള്ള വാല്യൂ ഇതിൽ വരുന്നുണ്ടോടാ? 1-ന്റെയും 2-ന്റെ അടിയിലല്ലടാ 1.5 വരില്ലേ? വരുന്നുണ്ട്. സോ മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. C belongs to Clausius interval 1 to 2. So mean value theorem is verified. Thank you for watching. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ ക്ലാസ് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.